പല പ്രണയബന്ധത്തിൽ ഇരിക്കുന്ന ആൾക്കാരും അതിലൊരാൾ പറയുന്ന ഒരു പരാതിയാണ്, ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ആദ്യം മുൻകൈ എടുക്കുന്നത് ഞാനായിരിക്കും എപ്പോഴും. മറ്റേ വ്യക്തിയോട് ക്ഷമ പറയുക, ഇനി ആ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ പോലും, മിസ്റ്റേക്ക് എങ്കിൽ പോലും ആ വ്യക്തിയെ തേടി പോവുക, ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുക, അല്ലെ മെസ്സേജോ കോളോ ഒക്കെ ഞാൻ തന്നെ ആദ്യം ചെയ്യണം. എൻ്റെ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ വ്യക്തിക്ക് ഭയങ്കര ഈഗോയാണ്. അതെന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്, എനിക്ക് വളരെയധികം വേദന തോന്നുന്നുണ്ട്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് എനിക്കറിയില്ല. ആ വ്യക്തിക്ക് എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ജെന്യുവിനായിട്ടുള്ള ഒരു ബന്ധമാണോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരാൾക്ക് വേണ്ടി എപ്പോഴും ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സഹനങ്ങളും സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ വ്യക്തി നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട യാതൊരു എഫേർട്ടും എടുക്കുന്നില്ല. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹമോ കാര്യമോ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറാകുക. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നത് എങ്ങനെ, ആ വ്യക്തിക്ക് നിങ്ങളോട് എന്ത് ഫീലിങ്സ് ആണുള്ളത്, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. ആ ഒരു സംസാരം ഒന്നുകിൽ ആ ബന്ധത്തെ വീണ്ടും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു തുറന്നു പറച്ചിലോടുകൂടി, ആ തുറന്നുള്ള ഒരു സംസാരത്തോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു മാറ്റത്തിന് തയ്യാറാകും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾക്കവിടെ അവസാനിച്ചു എന്നും വരാം, അവസാനിപ്പിക്കേണ്ടിയും വരാം. അതെന്ത് തന്നെയായാലും, രണ്ടിലേത് സംഭവിച്ചാലും അത് നിങ്ങളുടെ ലൈഫിൻ്റെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. കാരണം ചില സത്യങ്ങളെന്ന് പറയുന്നത് സർജറി പോലെയാണ്. അന്നേരം നമുക്കൊരു കുറച്ച് വേദനിച്ചാലും നമ്മുടെ ആ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെടും, അതിനൊരു ശാശ്വത പരിഹാരമാവും. പക്ഷേ ഒരു നുണപ്രതീക്ഷയുടെ പുറത്ത് നമ്മളൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ച് നമ്മുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം കണ്ടെത്തുന്നത് പോലെയാണ്. പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു ആശ്വാസം കിട്ടും, പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് വിട്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആ പഴയ വേദന ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പാർശ്വഫലങ്ങളെന്ന് പറയുന്നത് വളരെ വലുതുമായിരിക്കും. അതുപോലാണ് ഈ ഒരു നുണപ്രതീക്ഷയുടെ പുറത്തൊരു ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ അന്നേരം നമ്മളോട് എന്തെങ്കിലും പറയുന്ന ഒരു ആശ്വാസവാക്കിൽ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ കൂടി അത് വീണ്ടും ഈ വ്യക്തിയുടെ ഇതേ സ്വഭാവം ആവർത്തിക്കുന്നത് വഴി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ പെയിൻ നിങ്ങളുടെ ലൈഫിൽ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേത് രീതിയിൽ കൊണ്ടുപോകണമെന്ന്, അല്ല ഏത് രീതിയിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങളുടെ മനസ്സിൽ സന്തോഷമായിട്ടുള്ളൊരവസ്ഥയാണ്, നിങ്ങളുടെ ലൈഫും അതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും, അല്ലെ ബന്ധവും സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ടോട്ടലി മാറ്റിമറിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ, അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടം നിറയ്ക്കുന്ന, നിങ്ങളുടെ മാനസികാവസ്ഥയെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലും തുടർന്നു പോകാൻ നിങ്ങൾ നിർബന്ധിതരാകരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് ഒഴിവാകുക. അതിനുള്ള ധൈര്യം ഓരോരുത്തരും ആർജിക്കുക. ഓക്കെ, എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം നിറയട്ടെ. ബി പോസിറ്റീവ്, സ്പ്രെഡ് ഹാപ്പിനെസ്.